ഹലോ നമസ്കാരം. വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രമേശ് പി നായർ, മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എടപ്പള്ളിക്കും കാക്കനാടിനും വളരെ അടുത്ത് കിഴക്കമ്പലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വില്ല പ്രോജക്റ്റിനകത്തുള്ള ഒരു മനോഹരമായ ഒരു വീടാണ്. മൂന്നര സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി റൂമോട് കൂടിയ അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു വീടാണ് ഇത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. വില നെഗോഷ്യബിൾ ആയിരിക്കും. 14 വില്ലകളുള്ള ഒരു വില്ല പ്രോജക്റ്റാണ് ഇത്. ഇതിനകത്ത് 3-4 വില്ലകൾ മാത്രമാണ് ഇനി വിൽപ്പനയ്ക്കായുള്ളത്. ബാക്കി എല്ലാ വീടുകളും വിറ്റ് അതിൽ താമസം തുടങ്ങിയിട്ടുള്ളതാണ്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് റോഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വില്ല പ്രോജക്റ്റിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്നതിനും കാക്കനാട്ട് പോകുന്നതിനും ആലുവയിലേക്ക് പോകുന്നതിനും വളരെ ഈസി ആക്സസ് ആയിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റാണ്. വളരെ യാത്രാ സൗകര്യം, വളരെ അടുത്ത് തന്നെ ബസ് റൂട്ടും അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോകാവുന്ന വിശാലമായ റോഡുകളും പാലങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. 3.5 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. മുൻഭാഗത്തായി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായി നല്ലൊരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബബിൾ സ്റ്റോൺ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു ഗാർഡനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് അതിമനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ മുറ്റവും അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ സുന്ദര മനോഹരമാക്കിയിട്ടുള്ള ഒരു മുൻഭാഗമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന് നല്ല പെയിൻറ്റിങ് വർക്കുകൾ ചെയ്ത് നല്ല കളർ കോമ്പിനേഷൻ കൊടുത്ത് സുന്ദര മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിൻ്റെ ഗേറ്റിലായി പില്ലറുകളിൽ മനോഹരമായ ഒരു ഫാൻസി ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു വുഡ് കളറിൽ മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. കവേർഡ് കാർ പോർച്ചിൻ്റെ 2 പില്ലറുകളിലായി ക്ലാഡിംഗ് സ്റ്റോൺ പിടിപ്പിച്ച് ഭംഗി പിടിപ്പിച്ചിട്ടുള്ളതും വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 2 പാളികളിലായി അതിമനോഹരമായി ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുള്ള സുന്ദര മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി വലിയ ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായി സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് സുന്ദര മനോഹരമാക്കി വെച്ചിരിക്കുന്നു. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഒരു മൾട്ടിവുഡിൽ അതിസുന്ദരമാക്കി വെച്ചിട്ടുള്ള പാർട്ടീഷൻ ഇവിടെ കാണാം. അകത്തേക്ക് പ്രവേശിച്ചാൽ വിശാലമായ ഒരു ഡൈനിങ് ഏരിയയുടെ സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺ പതിപ്പിച്ച് മനോഹരമാക്കി വെച്ചിട്ടുള്ള സുന്ദര മനോഹരമായ ഒരു വാഷ് ഏരിയയാണ് അവിടെ കിട്ടുന്നത്.
ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ ബെഡ്റൂമിലേക്കാണ് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം. അതിവിശാലമായ ഒരു ബെഡ്റൂമാണ്. ഇവിടെ 3 പാളികളിലുള്ള വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെയും നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. മുകളിലായി സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകളെല്ലാം പിടിപ്പിച്ച് സുന്ദര മനോഹരമാക്കിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്തായി ഇൻവെർട്ടർ എല്ലാം വയ്ക്കുന്നതിന് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സുന്ദര മനോഹരമായ ഒരു കിച്ചണിലേക്ക് വരാം. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി മൾട്ടിവുഡിൽ മനോഹരമായ ഒരു പാർട്ടീഷൻ കൊടുത്ത് ഇവിടെ നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് അതിമനോഹരമായ ഒരു കിച്ചനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഭംഗിയുള്ള ഒരു സിങ്ക് പിടിപ്പിച്ചിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നേരെ വെളിയിലേക്ക് വന്നാൽ ഇവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടുന്നു. ഇവിടെ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ നമുക്ക് ഷീറ്റ് ഇട്ട് എടുക്കാവുന്നതാണ്. ഇവിടെയാണ് ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണർ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ളതും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് അതിനിടയിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് അതിസുന്ദരമായിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്തായി ഫാൻസി ലൈറ്റുകളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിലായി സീലിംഗ് വർക്കുകൾ ചെയ്ത് സുന്ദര മനോഹരമാക്കിയിട്ടുള്ള LED ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതാണ്. ഇവിടെയാണ് അപ്പർ ലിവിങ് ഏരിയയുടെ സ്ഥാനം. വിശാലമായ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പർ ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി വളരെ വലിപ്പമുള്ള ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷെൽഫുകളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം, അതായത് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമായിട്ട് വരും. അതിവിശാലമായ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ 6 പാളികളിലുള്ള വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ 3ഉം താഴെ 3ഉമായി 6 പാളികളിലുള്ള വാർഡ്രോബാണ്. ഇവിടെയും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി നമുക്ക് 3ാമതൊരു ബെഡ്റൂം കൂടി കിട്ടുന്നു. ഈ ബെഡ്റൂമിൻ്റെ മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെയും 6 പാളികളിലുള്ള വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു വാഷ്റൂം ഇവിടെ കിട്ടുന്നു. ഇവിടെയാണ് ഒരു ഓപ്പൺ ടെറസായി നമുക്ക് കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയയായി ഉപയോഗിക്കാം. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിൻ്റെ സ്ഥാനം. മുകളിലേക്ക് പോകുന്നതിനായി ഒരു സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. ഫ്രണ്ട് ബാൽക്കണിയുടെ ചുറ്റിലും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് അതിനിടയിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് തൂണുകളിൽ ക്ലാഡിംഗ് സ്റ്റോണുകൾ പിടിപ്പിച്ച് മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത LED ലൈറ്റുകളെല്ലാം കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ്. അതിവിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ വീടുകളും നമുക്കിവിടെ കാണാൻ മനോഹരമായ ദൃശ്യങ്ങളാണ്. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സുന്ദര മനോഹരമായ വീട് കിഴക്കമ്പലം ടൗണിലേക്ക് പോകുന്നതിന് വെറും 2 കിലോമീറ്ററും ഇവിടെ നിന്ന് വെറും 10 മിനിറ്റിനുള്ളിൽ 2020യുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലേക്ക് യാത്ര ചെയ്യാൻ വളരെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ കാക്കനാട്ടേക്ക് 10-11 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. എടപ്പള്ളി ലുലു മാളിലേക്ക് ഒരു 13 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 7 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. എല്ലാ അത്യാവശ്യ സർവീസുകളിലേക്കും ഓടിയെത്തുന്നതിന് വെറും 10 മിനിറ്റ് നേരം മാത്രം മതി ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് സ്കൂൾ, മാർക്കറ്റ്, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ ഫെസിലിറ്റികളും വളരെ തൊട്ടടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്.
ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ സുന്ദര മനോഹരമായ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 63 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ടെങ്കിലും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വീടാകട്ടെ സ്ഥലമാകട്ടെ എന്തുമാകട്ടെ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ആഡ് കൊടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLXിലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.